യൂബർ ഈറ്റ്സും ഡെലിവറും ജസ്റ്റ് ഈറ്റും ഒക്കെ ഡെലിവറി നടത്തുന്നവർ സൂക്ഷിക്കുക. കാരണം ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെൻറ്റും ലോക്കൽ പോലീസും കൂടെ ചേർന്നിട്ട് യു കെയിലെ പല ഭാഗങ്ങളിൽ റെയ്ഡ് നടക്കുന്നുണ്ട്. ഞാൻ സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് വിസ ഇല്ലാതെ ഇല്ലീഗലായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നവരെ മാത്രമല്ല, അതായത് സ്റ്റുഡൻ്റായി യു കെയിൽ വന്നിട്ട് ഓവർ ടൈം ചെയ്യുന്നവരും, അതുപോലെ തന്നെ വിസ സ്റ്റാറ്റസിൽ പറഞ്ഞതിലും കൂടുതൽ ജോലി ചെയ്യുന്നവരും അവേഴ്സ് ചെയ്യുന്നവരും, ഇനി യു കെ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ ഡെലിവറി നടത്തുന്നവരും, അതുപോലെ തന്നെ പ്രോപ്പറായി ഇൻഷുറൻസ് ഇല്ലാതെ ഡ്രൈവിംഗ് നടത്തുന്നവരും ഒക്കെ ഈ റെയ്ഡിൽ പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ പ്ലേ ചെയ്യുന്ന ഈ വീഡിയോ ബ്രിസ്റ്റോളിലെ ഫിഷ് പോൺസ് എന്ന് പറഞ്ഞ KFCയുടെ പുറത്ത് ഇമിഗ്രേഷൻ ഓഫീസേഴ്സ് അവിടെ ഡെലിവറി നടത്തുന്ന ഡ്രൈവറെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. പുള്ളി എന്തായാലും ഇമിഗ്രേഷൻ ഓഫീസേഴ്സിൻ്റെ വണ്ടി കണ്ടപ്പോൾ തന്നെ പുള്ളിയുടെ സ്വന്തം ഹോണ്ടയുടെ വണ്ടി ഉപേക്ഷിച്ച് സ്ഥലം വിട്ടു. ബ്രിസ്റ്റോളിൽ ഒരു ദിവസം 8 അറസ്റ്റ് വരെ നടക്കുന്നുണ്ടെന്നാണ് കണക്ക്. ബ്രിസ്റ്റോളിൽ മാത്രമല്ല, ജൂൺ 18 വെസ്റ്റ് മിഡ്ലാൻഡ്സ് ടീംസ് സ്മെത്വിക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തെ ഹൈ സ്ട്രീറ്റിൽ നടത്തിയ റെയ്ഡിൽ 26 ഇമിഗ്രേഷൻ ഒഫൻഡേഴ്സിനെയാണ് പിടിച്ചത്. അതിൽ 24 പേരും ഇന്ത്യക്കാരായിരുന്നു. ഒരാൾ നേപ്പാളീസും അതുപോലെ തന്നെ ഒരാൾ ഇറ്റലിക്കാരനുമായിരുന്നു. ബോർഡർ സെക്യൂരിറ്റി മിനിസ്റ്റർ ആഞ്ചല ഈഗിൾ പറഞ്ഞത് മുൻ വർഷത്തെക്കാളും 51% അറസ്റ്റാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ്. കൂടുതൽ റെയ്ഡാണ് നടക്കുന്നത്. ഇനി ഇവർക്ക് ജോലി കൊടുക്കുന്ന എംപ്ലോയീസിനാണെങ്കിലും ഒരു ഇല്ലീഗൽ വർക്കറിന് ജോലി കൊടുക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ 60,000 പൗണ്ടാണ് ഫൈൻ അടയ്ക്കേണ്ടത്. അതുപോലെ തന്നെ 5 വർഷം വരെ ജയിൽ ശിക്ഷയും ലഭിച്ചേക്കാം. അതുകൊണ്ട് ഡെലിവറി നടത്തുന്നവർ പ്രത്യേകം കരുതിയിരിക്കുക. കാരണം റെയ്ഡ് നടന്നു കഴിഞ്ഞാൽ വിസ ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രമല്ല, വേറെ എന്തെങ്കിലുമൊക്കെ കാരണം അവർ കണ്ടുപിടിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഫൈൻ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശരി, എന്തായാലും ഈ വീഡിയോ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ കാണാം. താങ്ക്